പോലീസ് അന്വേഷണം. മന്ത്രി വീണ ജോർജ്, ഒരു നിമിഷം ഗോപിക, ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് സംസാരിക്കുന്നുണ്ട്. അതിന്റെ ഓഡിയോ സംരക്ഷണത്തിലേക്ക് പോകും. അവർക്കെതിരെ നടപടിയെടുത്തു. ഇനി പ്രതിപക്ഷത്തിന് എന്തെങ്കിലും ഇതിൽ അതല്ലാതെ പറയാനായിട്ടുണ്ടോ? കേൾക്കാമല്ലോ. അതല്ലേ ജനാധിപത്യം, അതല്ലേ ജനാധിപത്യപരമായിട്ടുള്ള മര്യാദ. അങ്ങനെ ഈ ആരോഗ്യ പ്രവർത്തകർക്കെതിരെ വേറെ ഏതെങ്കിലും നടപടികൾ പ്രതിപക്ഷത്തിന് സജസ്റ്റ് ചെയ്യാനുണ്ടോ? നമ്മൾ സസ്പെൻഷൻ നടപടികൾ സ്വീകരിച്ചു. അതിനുശേഷം എന്താ ഞാൻ പറഞ്ഞു, ഇത് പോലീസിന് കൈമാറും. പക്ഷെ ആരോഗ്യരംഗം മൊത്തത്തിൽ കുത്തഴിഞ്ഞ് കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടാകുന്നത് എന്നുള്ള ആക്ഷേപവും പ്രതിപക്ഷം പറയുന്നുണ്ട്. എത്ര വർഷങ്ങൾക്ക് മുൻപാണെങ്കിലും അത് നടപടിയെടുത്തു പോകുമെന്നുള്ളതിന്റെ ഉദാഹരണമാണിത്, അല്ലേ? എത്ര വർഷങ്ങളാണെങ്കിലും ഏത് കാലത്താണെങ്കിലും അതിലെതിരെ നടപടിയെടുക്കുമെന്നുള്ളതാണ്. ഇതാരാണ് ഈ വാക്കുകൾ പറയുന്നത്? അത് ഈ പറയുന്ന കുത്തകകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. 600 പരാതികൾ എന്റെ മുന്നിൽ സ്വകാര്യ ആശുപത്രികൾക്കെതിരെ വന്നിട്ടുണ്ട്. ഇതിൽ എത്ര പരാതികൾ വാർത്തയായിട്ടുണ്ട്? ഞാൻ പറഞ്ഞ ഇതേപോലെയുള്ള ഒരു സംഭവം ഇതൊരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു തൊഴിലുറപ്പ് തൊഴിലാളിയായിട്ടുള്ള ഒരു വനിത, ഇത് ഉണ്ടാകാൻ പാടില്ലാത്ത. അതുകൊണ്ടാണ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടികൾ എടുക്കും എന്നുള്ളത് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഇതേ സംഭവം തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ ഉണ്ടായി. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നെനിക്ക് ഭൂരിപക്ഷ മാധ്യമങ്ങൾ. ഒരു പത്രത്തിലെന്തോ ഞാൻ ഒരു കോളം വാർത്ത അന്ന് കണ്ടു. പക്ഷെ ഞാൻ അന്നും ഇത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ പ്രസംഗിച്ചിരുന്നു. അത് മസ്കിറ്റോ ഫോർസെപ്സ് പുറത്തെടുത്തത് ആ കേസിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജിസ്റ്റുകളാണ്. അപ്പൊ നമുക്ക് കേരളത്തിന് പൊതുവായി ഇപ്പോൾ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ എത്തുന്നവരുടെ എണ്ണത്തിലുള്ള ഗണ്യമായ വർധനവൊന്നും നോക്കൂ. കാർഡിയാക് അറസ്റ്റുമായിട്ട് ആശുപത്രികളിൽ എത്തുന്നവരിൽ 30% പേർ നേരത്തെ മരണമടയുമായിരുന്നു. ഇപ്പോ ആ മരണനിരക്ക് 6% കുറഞ്ഞു. നേരത്തെ ഇങ്ങനെ എത്ര ഉദാഹരണങ്ങൾ. അപൂർവ രോഗങ്ങളുമായി ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അവരൊന്ന് എഴുന്നേറ്റ് നടക്കണമെന്ന് കാണാൻ ആഗ്രഹമുള്ള മാതാപിതാക്കൾക്ക് അത് സാധിക്കുമായിരുന്നില്ല. കാരണം അതിലൊരു സൗജന്യ ചികിത്സ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല. ഓരോ വയലിനും ലക്ഷക്കണക്കിന് രൂപയാണ്. അത് സംസ്ഥാന സർക്കാർ ഫ്രീ ട്രീറ്റ്മെന്റ് പ്രോജക്ട് ആരംഭിച്ചു. കേരള യുണൈറ്റഡ് അഗൈൻസ്റ്റ് റെയർ ഡിസീസസ്. ഡോക്ടർമാരുടെ ക്വാളിറ്റിയെ കുറിച്ച് നമുക്ക് അസസ്മെന്റ് ആരോഗ്യവകുപ്പ് നടത്തിക്കൂടെ? കാരണം സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരെല്ലാം നല്ല ഗുണനിലവാരമുള്ള ഡോക്ടർമാരാണെന്ന് വിശ്വസിച്ചാണ് എല്ലാവരും വരുന്നത്. പക്ഷേ അവരുടെ ക്വാളിറ്റിയെ കുറിച്ച് വലിയ തരത്തിൽ സംശയം സാധാരണക്കാർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാ ഡോക്ടർമാരും അങ്ങനെയല്ല എന്നുള്ളത് ആദ്യം കരുതുക. കാരണം ഇതും സർക്കാർ ആശുപത്രികളെ സംബന്ധിച്ചിട്ടുള്ള പൊതുവായ ഒരു ധാരണ. പക്ഷേ അങ്ങനെ അല്ലാത്ത ചിലരുണ്ട്. അങ്ങനെ അല്ലാത്ത ചിലർക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഇപ്പൊ ചെറിയൊരു പരാതി ലഭിച്ചാൽ പോലും, ഒരിടത്ത് ഒരു പരാതി ലഭിച്ചു, അടുത്ത് തൊട്ടു നോക്കുന്നില്ല. കോവിഡ് കാലത്ത് തൊട്ടു നോക്കില്ലായിരുന്നല്ലോ. അതുപോലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളെ കാണുകയാണ്. അതിന്റെ ഓഡിയോ സംരക്ഷണമാണ് കണ്ടത്. ഇപ്പോഴും അവർ വിശദീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം ഇതിനപ്പുറത്തേക്ക് എന്ത് നടപടിയാണ് എടുക്കേണ്ടത്, പ്രതിപക്ഷത്തിന് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ എന്നവർ തിരിച്ചു ചോദിക്കുന്നു. എന്ന് വെച്ചാൽ ഇതിനകത്ത് ആരോഗ്യ വകുപ്പിന് കുറ്റപ്പെടുത്താൻ ആർക്കും കഴിയില്ല. ഡോക്ടർമാരുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായത്, അതിന് നടപടിയെടുത്തു പോകും. അതിന് സർക്കാരിനെ പഴിച്ച് എന്തു കാര്യം, ആരോഗ്യവകുപ്പിനെ പഴിച്ച് എന്തു കാര്യം എന്നുള്ളതാണ് അവരുടെ ചോദ്യം. എന്തായാലും ഇപ്പോഴും അക്കാര്യത്തിൽ ഒരു ന്യായീകരണവും വിശദീകരണവുമായിട്ടാണ് മന്ത്രി രംഗത്ത് വരുന്നത്. അതേസമയം ഈ തരത്തിലുള്ള വീഴ്ചകൾ, അനാസ്ഥകൾ നിർബാധം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇനിയിപ്പോൾ ഏത് തരത്തിലുള്ള നടപടി, കുറെ കൂടി കർശനമായ നടപടിയിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കുമ്പോൾ എന്തായിരിക്കും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നതുകൂടി കാത്തിരുന്നു കാണേണ്ടതാണ്.